ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഇന്ദിരാമ ശ്രീദേവി ഗർഭിണിയാന്നുള്ള കാര്യം ഗോമതിയിൽ നിന്ന് അറിയുവാണ്. ഗോമതി പായസമൊക്കെ കൊണ്ട് ഇന്ദിരാമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് മതിലിന്റെ അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കണ സമയത്ത് ഇന്ദിരാമ ഗോമതിയോട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, ഞാനൊരു മുതുമുത്തശ്ശിയാൻ പോവല്ലേ. അത് കേട്ടതും ഗോമതി പറഞ്ഞു, അതെ അമ്മേ, എനിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. അല്ല, ദേവിമോൾ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, അവള് വീട്ടിൽ പോയിരിക്കുക, ഇനി കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഇന്ദിരാമ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നല്ലൊരു ജോത്സ്യരെ കണ്ട് മുഹൂർത്തം കുറിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. വരുന്ന സമയത്ത് ആരതി ഒഴിഞ്ഞു വേണം അകത്തേക്ക് കയറ്റാനായിട്ട്. ഇന്ദിരാമ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങി വെക്കണം തോന്നും, അതൊന്നും പാടില്ല കേട്ടോ. അത് കേട്ടപ്പോ ഗോമതിച്ചു, അതെന്താമേ, അതങ്ങനെയാ, തൊട്ടിൽ വേണേ വാങ്ങിക്കോ, പക്ഷെ കുഞ്ഞെടുപ്പുകളൊന്നും വാങ്ങി വെക്കരുത്, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അമ്മേ, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ആനന്ദ് ജനിക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് പറഞ്ഞു തരാനായിട്ട് ആരും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര വിഷമായി. ഇന്ദിരാമ്മ പറഞ്ഞു, മോളെ, നിനക്കറിയാലോ എന്റെ വിഷമം എന്താന്ന്. എന്റെ പേരക്കുട്ടികളെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യമില്ലാതെ ഞാനിവിടെ കഴിയുമായിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾ ഓടി കളിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എത്രമാത്രം ആഗ്രഹം ഉണ്ടെന്ന് അറിയായിരുന്നോ? എനിക്ക് ആഗ്രഹം എല്ലാവരും, എൻ്റെ മക്കളും അതുപോലെ കൊച്ചുമക്കളും എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് അവരെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ പറ്റണം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ ഇപ്പം എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഇതിവിടെ കൊണ്ട് തന്നെ തീരണം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല, ഈ പകയും വിദ്വേഷവും കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, അതൊക്കെ നടക്കും അമ്മേ, നടക്കണം. ഇനിയിപ്പൊ വരുന്ന തലമുറകളും കൂടെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതെ മോള് പോയിക്കോ, ഞാൻ പോയി പായസം കഴിക്കട്ടെ, സന്തോഷ വാർത്ത എല്ലാവരും പറയട്ടെ. അതും പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഇന്ദിരാമ കൃഷ്ണമംഗലത്തേക്ക് കയറി വന്നു. പായസമൊക്കെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഇന്ദിരാമ വിളിച്ചു, നന്ദിതേ, രാശ്രീ വരാൻ പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ഓടി വന്നു. ഇന്ദിരാമ്മ പോയി ഗ്ലാസ്സൊക്കെ എടുത്തോണ്ട് പായസം അതിനകത്തേക്ക് വിളമ്പി. അപ്പോഴേക്കും രാശ്രീ ഓടി വന്ന് പായസം എടുത്ത് കുടിക്കണം. ആ, കൊള്ളാം, നല്ല സൂപ്പർ പായസം, നല്ല രുചിയുണ്ടല്ലോ അമ്മേ. എന്താ അമ്മയെന്ന് വിശേഷിച്ച്, എന്തോ വിശേഷ കാര്യം ഉണ്ടെന്ന് തോന്നലോ, അല്ലെങ്കിൽ അമ്മ പായസം ഉണ്ടാക്കത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ഇന്ദിരാ പറഞ്ഞു, അതെ, ഒരു വിശേഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. വിശേഷ വാർത്ത എന്താ മേത്? അതെ, ദേവിമോൾ ഉണ്ടല്ലോ, നമ്മുടെ ദേവിമോള് ഗർഭിണിയാന്ന് പറയണം. ഇത് കേട്ടപ്പോ രാശ്രിയുടെ മുഖമൊക്കെ ആണ് മാറി. നമ്മുടെ ദേവിമോള? അല്ല പിന്നെ, ആനന്ദിന്റെ ഭാര്യ ദേവി. ദേവി ഗർഭിണിയാണ്, അവള് വിശേഷം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷത്തിന് വേണ്ടി ഗോമതി കൊണ്ടുതന്ന പായസം. അത് കേട്ടപ്പോ നന്ദിത പറഞ്ഞു, ആഹാ, കൊള്ളാലോ, ഒരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ അമ്മയെന്ന് പറഞ്ഞു. നന്ദിതയ്ക്ക് സന്തോഷമായിരുന്നു. പക്ഷെ എങ്കിൽ രാശ്രിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. രാശ്രി കയ്യിലിരുന്ന പായസം എടുത്ത് ഒറ്റ ഏറായിരുന്നു. സന്തോഷ വാർത്തയും കൊണ്ട് വന്നിരിക്കുന്നു. നാണമുണ്ട് അമ്മയ്ക്ക്. അവിടുത്തെ പെണ്ണ് ഗർഭിണിയാന്ന് പറഞ്ഞോണ്ട് ഇവിടെ പായസം കുടിച്ച് ആഘോഷിക്കാനായിട്ട് അമ്മയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇത് കേട്ടപ്പോ ഇന്ദിരാമ്മ അടിക്കാനായിട്ട് ചെല്ലുവാണ്. നീ എന്താടി ചെയ്തേന്ന് ചോദിച്ചോണ്ട്. അപ്പോഴേക്കും നന്ദിത അടുക്കിലേക്ക് കയറി വേണ്ടമ്മയെന്ന് പറയണ. ഒച്ചയും വെള്ളവും കേട്ട് അച്യുതനും അലോകും അനന്തനും കൂടെ ഇറങ്ങി വന്നു. വന്നിട്ട് എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം? അപ്പോഴേക്കും രാശ്രീ ഒന്നും പറയാതിരിക്കുന്ന ഭേദം. സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുക. അനന്തൻ ചോദിച്ചു, എന്താ നന്ദിത, കാര്യം എന്താ വെച്ചാ പറ. അത് പിന്നെ അനന്തേട്ടാ, അപ്പുറത്തെ ആനന്ദിന്റെ ഭാര്യ ദേവി പ്രഗ്നന്റ് ആണ്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോമതി കുറച്ച് പായസം കൊണ്ട് അമ്മയുടെ കൊടുത്തു. അമ്മ അത് രാജശ്രീക്ക് കൊടുത്തു. രാജശ്രീക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാ കാര്യം. ഇത് കേട്ടതും അച്യുതൻ പറഞ്ഞു, അമ്മ എന്ത് പരിപാടി അമ്മ കാണിക്കുന്നേ? അപ്പുറത്ത് അവന്റെ ഭാര്യ ഗർഭിണിയാന്ന് പറഞ്ഞ് ഇവിടെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ദിരാമ്മ പറഞ്ഞു, അതെ, എന്റെ കൊച്ചുമാന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്നേ, ആ സമയത്ത് സന്തോഷിക്കുക വേണ്ടേ? അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, ഒരു കൊച്ചുമാനാണ് പോലും അതുപോലെ ഒരു കൊച്ചുമാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ നിൽക്കുന്നേ. ഇവന്റെ കല്യാണം മുടക്കിയിട്ട് അവിടെ കല്യാണം നടന്നേ അറിയാലോ. എന്നിട്ടോ അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്റെ മകൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുക, എന്നിട്ട് ഞാൻ അതൊക്കെ സന്തോഷത്തോടെ പായസം കുടിച്ച് ആഘോഷിക്കണം അല്ലേ? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദിത പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ രാശ്രീ, പക്ഷെ നീ പായസം എടുത്ത് എറിഞ്ഞ അത് ശരിയായില്ല, ഒട്ടും ശരിയായ കാര്യമല്ല. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു, അതിന് പായസം എറിയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും രാശ്രീ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആഘോഷിക്കണോ? എന്നെ കൊണ്ട് പറ്റില്ല ആഘോഷിക്കാനായിട്ട്. ഒരു കുഞ്ഞും ഒന്നൊക്കെ ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം വന്നിട്ട് ഇന്ദിരാമയ്ക്ക് പറഞ്ഞു. ഇന്ദിരാമ പറഞ്ഞു, നീയൊക്കെ ഇനി പായസം കുടിച്ചാലും ശരി കുടിച്ചില്ലേലും ശരി, എന്റെ കൊച്ചുമോന് ഒരച്ഛനാൻ പോകുന്ന സന്തോഷം ഞാൻ പങ്കുവെക്കും, ഞാൻ ഉറപ്പായിട്ട് ഞാൻ പായസം കുടിക്കുമെന്നും പറഞ്ഞുകൊണ്ട്
ഇന്ദിരാമ്മ ഗ്ലാസ്സിലേക്ക് പായസം ഒഴിച്ചിട്ട് പെട്ടെന്ന് കുടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ രാജശ്രീക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. രാജശ്രീ പറഞ്ഞു, ഈ പായസം ഞാൻ പാത്രത്തോടെ എടുത്ത് കളയുമെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കളയാൻ തുടങ്ങുമ്പോഴത്തേനും നന്ദിത പെട്ടെന്ന് തടഞ്ഞു. ആ സമയം ഇന്ദിരാമ്മ പറഞ്ഞു, ചോണയുണ്ട് എടുത്ത് കളയടി നീ ഒന്ന് കളഞ്ഞ് കാണിക്കാൻ പറയണം. അച്യുതൻ വിളിച്ചു, രാജശ്രീ വേണ്ടാന്ന് പറയണം. രാജശ്രീ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കയറിപ്പോകാൻ ഒരുങ്ങുക. ആ സമയം ഇന്ദിരാമ്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടുകൂടി ഈ കുടിപ്പക ഇവിടെ തീരണം. എനിക്ക് ആഗ്രഹമുണ്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട്. എത്ര കാലങ്ങളായി തുടങ്ങിയിട്ട്. ഒരു തെറ്റ് ചെയ്തു, അതിന്റെ പേരിൽ ഇത്ര കാലം ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും അത്ര നല്ലവരൊന്നും അല്ലല്ലോ. ഇതിന്റെ പേരിൽ സ്വന്തം അനുജന്റെ കല്യാണം വരെ ഇവിടെ മുടക്കാൻ ശ്രമിച്ച്, അതിനെക്കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അനന്തം പറഞ്ഞു, അമ്മേ മിണ്ടരുത്, പറഞ്ഞല്ലോ. ഇതും കൊണ്ട് ഇവിടെ തീരണം. ഇനി ദേവമംഗലം കൃഷ്ണമംഗലം ഒന്നാവണം. രണ്ടുപേരും തമ്മിൽ ശത്രുത പാടില്ല. ഇത് അവസാനമായിട്ട് പറയണ. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് പറഞ്ഞ് ഇന്ദിരാമ്മ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഇന്ദിരാമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം വരുന്നത്. ഇതേ സമയം സുകന്യയും ധർമ്മനും കൂടെ മുറിയിലെത്തി. മുറി ആകെപ്പാടെ നോക്കിയിട്ട് ധർമ്മം പറഞ്ഞു, ആ കൊള്ളാം, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞ 5 സ്റ്റാർ റേറ്റ് ഉള്ള റൂം തന്നെ എടുക്കണോന്ന്, ഹോട്ടൽ തന്നെ സെലക്ട് ചെയ്യണോന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അത് ശരിയാ, കുഴപ്പമില്ല, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ റൂം പോയി ബാഗ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ബാഗ് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനോട് സുകന്യ പറഞ്ഞു, പൈസ കൊടുക്കാൻ പറയണം അവന് നിൽക്കുന്ന സമയത്ത്. പൈസ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കൊടുക്ക് ധർമ്മേട്ടാന്ന് പറഞ്ഞു. ധർമ്മം കൊടുത്തില്ല. പക്ഷേങ്കിൽ സുകന്യ പെട്ടെന്ന് ധർമ്മന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് 100 രൂപ എടുത്ത് കൊടുത്തു. റൂം പോയി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ധർമ്മൻ മനസ്സിൽ വിചാരിച്ചു, ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇവളുടെ അഹങ്കാരത്തിന്റെ മൊന ഒടിച്ചിട്ട് തന്നെ കാര്യം, ചോദിച്ചിട്ട് തന്നെ കാര്യം. അല്ല സുകന്യ, നീ എന്തിനാ ഇപ്പൊ 100 രൂപ അയാൾക്ക് ടിപ്പ് കൊടുത്തേ? അത് അയാൾക്ക് അർഹതപ്പെട്ടോണ്ട്. ഓഹോ, ഞാൻ ആ ഹോട്ടലിൽ വെച്ച അയാൾക്ക് അവിടുത്തെ സ്റ്റാഫിന് ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലോ, 100 രൂപ എന്നെ കൊണ്ട് നീ തിരിച്ചെടുപ്പിച്ചില്ലേ? അതാണ് ആ കാര്യം. അതുകൊണ്ടാണ് ധർമ്മേണ്ണ ഇങ്ങനെ പറയണേ. അതെ, അയാൾക്ക് കൊടുത്ത് പൊങ്ങച്ചം കാണിക്കാനല്ലേന്ന് ചോദിച്ചു. പൊങ്ങച്ചം കാണിക്കാനാ? അതെ, പൊങ്ങച്ചം കാണിക്കാൻ തന്നെയാ. ഇവിടെ ഇപ്പം ഈ റൂം ബോയ്ക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് അവന് അർഹതപ്പെട്ട പൈസയാ. അവനാ ബാഗ് അവിടെ നിന്ന് ഇവിടം വരെ ചുമന്നുകൊണ്ട് വന്നില്ലേ, അപ്പൊ അവന് കൊടുക്കേണ്ടതാണ്. പക്ഷേങ്കിൽ അവിടുത്തെ ആ സ്റ്റാഫിന് 100 രൂപ അധികം കൊടുത്ത് അത് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാ. ഇത് കേട്ടപ്പം ധർമ്മന് പിന്നെ എന്തും മറുപടി പറയണം നിർത്തില്ല. ഇവളെല്ലാ കാര്യത്തിലും തന്നെ അടിച്ചിരുത്തുവാണല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നു. പിന്നീട് ധർമ്മം പറഞ്ഞു, ശരി ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരട്ടെ, എനിക്ക് ചായ വേണമെന്ന് പറയാം. ചായയാണോ? അന്നാ ഒരു കാര്യം ചെയ്യാം, ധർമ്മേട്ടൻ എന്ത് ചെയ്യോ, ആ ഫോൺ എടുത്തിട്ടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ചായ മുറി കിട്ടും. മുറി കിട്ടുമോ? പിന്നെ അല്ലാതെ. അപ്പോഴാണ് അവിടെ ഒരു മെനു കാർഡ് ഇരിക്കുന്നുണ്ട്. ഇതെന്താന്ന് ചോദിക്കുക. അതിവിടുത്തെ മെനു കാർഡും പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാ, അത് നോക്കി അറിയാന്ന് പറഞ്ഞു. അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ധർമ്മൻ അമ്പർന്ന് പോയി. ഒരു ചായക്ക് 150 രൂപയോ? എന്റെ ദൈവമേ, ഇങ്ങനെയാണോ കുറെ ഉണ്ടാക്കുമല്ലോ. അതെ, ഞാൻ പുറത്തു പോയി 15 രൂപയുടെ ചായ കുടിച്ചോളാം, എനിക്കത് മതി, 150 രൂപയുടെ ചായയൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ഇവിടെ ഇത്രയൊക്കെ ആവും, ഒരു കാര്യം ചെയ്യാം, ധർമ്മേട്ടനെ ബാലേട്ടനെ വിളിച്ചിട്ട് കുറച്ച് പൈസ ചോദിക്കുക. പൈസയോ? അതെ, ധർമ്മേട്ടൻ ചിലപ്പം 150 രൂപയുടെ ചായക്ക് പകരം 15 രൂപയുടെ ചായ കുടിക്കായിരിക്കും. പക്ഷെ എന്നെ അതിനൊന്നും കിട്ടത്തില്ല. 150 രൂപ ഇവിടുത്തെ ചായക്ക് വിലയാണെങ്കിൽ ആഹാരത്തിന്റെ കാര്യം അറിയാലോ, എത്രയായിരിക്കും ഫുഡിനാവുന്നതെന്ന്. അതുകൊണ്ട് കുറച്ച് പൈസയും കൂടി ഇട്ട് തരാൻ പറ. അപ്പത്തേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, പോയി ചായയും കുടിച്ചിട്ട് വരാൻ പറയണം. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്, അപ്പൊ അതിന് പൈസ വേണമെന്ന് പറഞ്ഞു. ധർമ്മനാകപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഇനിയും ബാലനോട് പൈസ ചോദിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത്. അതേ സമയത്ത് ഗോമതി മിത്രയുടെ മീനാക്ഷിയുടെ അരിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വീഡിയോ കോൾ ഒന്നും വിളിക്കാൻ അറിയത്തില്ല, എനിക്ക് ദേവമോളെ ഒന്ന് വിളിച്ച് കാണുന്നുണ്ട്, ഒന്ന് വിളിച്ചു തരാമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മീനാക്ഷിയും മിത്രയും പരസ്പരം നോക്കി ചിരിച്ചു. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അതിനെന്താമ്മേ, വിളിച്ചു തരാമെന്ന് പറയണം. അങ്ങനെ ഫോണും കൂടെ വാങ്ങി വിളിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ദേവി തിരക്കിട്ട പണിയിലായിരുന്നു വീട്ടില്. അങ്ങനെ കൈ വലിയൊരു അവിടെ ഇരുന്നൊരു ഫ്ലവറേഴ്സൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഫോണും ബെല്ലടിക്കുന്നത്. അങ്ങനെ അതും എടുത്തോണ്ട് നേരെ ഫോൺ എടുക്കുകയാണ്. ഒരു കയ്യിൽ ഫ്ലവർ വേസിന്റെ ആ ഒരു പാത്രം, പിന്നെ മറുകൈ ഫോൺ വരുന്നു. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അന്തം വിട്ട് നോക്കണം. ഇതെന്താ ദേവി, നീ ഇതെന്താ കാണിക്കണേന്ന് നിൽക്കുക? എന്താ ഈ സമയത്ത് ഇതൊന്നും പാടില്ല? എന്താമ്മേ, എന്താ കാര്യം? വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല, അതൊന്നും എന്നോട് ശ്രീകല പറഞ്ഞു തന്നിട്ടില്ലേ? അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അല്ലമ്മ, അങ്ങനെ ഞാൻ പണികളൊന്നും ചെയ്യാറൊന്നുമില്ല, പിന്നെ ഇപ്പൊ എന്താ കാണുന്നേ? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ചേച്ചി അതൊന്ന് താഴെ വെക്കാൻ പറയണം. അത് താഴെ വെച്ചു. പിന്നീട് ഗോമതി വെച്ചു, മോളെ നിന്റെ ഛർദിയൊക്കെ മാറിയോന്ന് ചോദിക്കുക. ഛർദിയോ? എനിക്കോ? എനിക്ക് ഛർദിയൊന്നും ഇല്ലല്ലോ. ഛർദിയൊന്നും ഇല്ലേ? ആദ്യത്തെ
2-3 മാസം പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഛർദി ആയിരിക്കുമല്ലോ. അത് കേട്ടപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല ശ്രീദേവിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി. ശ്രീദേവി പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ. അത് പിന്നെ ഛർദി എന്ന് പറഞ്ഞാൽ ഛർദി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല, ഇന്നില്ല എന്നാ പറഞ്ഞേ. ഓ അങ്ങനെയാണല്ലേ. അല്ല മോളെ, തലകറക്കോ മറ്റോ ഉണ്ടോ? തലകറക്കോ ഒന്നും ഇല്ല. തലകറക്കോ ഇല്ലേ? പെട്ടെന്ന് ശ്രീദേവിക്ക് തോന്നി തലകറക്കം ഉണ്ടെന്ന് പറയുന്ന. അത് പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ തോന്നും, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. എൻ്റെ മോളെ, അതിനാ ഈ തലകറക്കെന്ന് പറയുന്നേ, മനസ്സിലായില്ലേ? ആ മനസ്സിലായി. പിന്നെ മോളെ, കൈക്കും കാലിനും മറ്റോ നീരുണ്ടോ? അപ്പൊ ശ്രീദേവി ഓർത്ത് ഈ സമയത്ത് കൈക്കും കാലിനും ഒക്കെ നീര് വരുമെന്ന്. ആ കൈക്കും കാലിനും ഒക്കെ നീരുണ്ടോന്നോ? എന്തൊരു നീരാന്നറിയാവോ? അയ്യോ, അത് ഈ സമയത്ത് വരണ്ടല്ലോ. 6-7 മാസമായി കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നേ. ഇപ്പോഴേ ഉണ്ടോ? അന്ന് എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ മോളെ. ശ്രീദേവി പെട്ടു. ഗോമതി മോളൊരു കാര്യം ചെയ്യുക, ആ കാലിലും കയ്യിലും നീരൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഇല്ലാത്ത നീര് എവിടെ പോയി കാണിച്ചു കൊടുക്കാനാ? പെട്ടെന്ന് ശ്രീദേവിക്ക് ഒരു ഐഡിയ തോന്നി. ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു, ആണോ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശ്രീദേവി പറഞ്ഞേ, അയ്യോ ഇത് ആരെ വിളിക്കുന്നുണ്ടല്ലോ അമ്മേ, ഗസ്റ്റ് വന്നെന്ന് തോന്നേ. അതെ, ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞു. ആ ഗസ്റ്റിനോട് പറയുന്ന പോലെ സംസാരിക്കുകയാണ്. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അമ്മ ഞാനൊന്ന് കോള് കട്ട് ചെയ്യുക, ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ചു. ആ സമയം കോമതിക്ക് ഭയങ്കര ടെൻഷനായി. ആ കാലിലും കയ്യിലും നീര് കാണിക്കാൻ പറഞ്ഞിട്ട് അവള് കാണിച്ചല്ലോ എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അവിടെ ഗസ്റ്റ് ആരോ വന്നിട്ടുണ്ടല്ലോ അമ്മേ, പിന്നെ സംസാരിക്കാലോ, അതുകൊണ്ടല്ലേ. അപ്പോഴേക്കും കോമതി പറഞ്ഞു, എത്രയും പെട്ടെന്ന് ദേവിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ശ്രീകലയ്ക്കാണ് ഒരു ശ്രദ്ധയില്ലാന്ന് തോന്നുന്നു ദേവിമോളുടെ കാര്യത്തിൽ. ഇവിടെ വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവളെ നല്ല പോലെ നോക്കാൻ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുവാണ്. ഇതേ സമയം ധർമ്മൻ പുറത്തുപോയി ചായ കുടിച്ചിട്ട് മുറിയിലേക്ക് വരുവാണ്. അപ്പൊ സുകന്യ ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു, അവിടെ മുടിയൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് കയറിയിട്ട് അയ്യോ സോറി കേട്ടോ, മുറി മാറിപ്പോയെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ്. അപ്പോഴേക്ക് സുകന്യ ധർമ്മേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. തന്നെയാണല്ലോ വിളിച്ചേ, ഇത് ഞാൻ തന്നെയാ സുകന്യ. നീയോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു സ്ലീവ്ലെസ് ബനിയനൊക്കെ ഇട്ട് കുട്ടിപ്പാവാടയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുട്ടിന് മോള് നിൽക്കുന്ന കുട്ടിപ്പാവാടയൊക്കെ ഇട്ട് നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ധർമ്മൻ അമ്പരന്ന് പോയി. അമ്പരൊക്കെ മാത്രമല്ല, ഞെട്ടിപ്പോയി. എന്താ ധർമ്മേട്ട, എന്റെ ഈ ട്രാൻസ്ഫോർമേഷൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കില്ലേ? അതോ നല്ലതാണോ? എങ്ങനെയുണ്ട് എന്റെ ചേഞ്ച്? അത് കേട്ടപ്പോൾ ധർമ്മൻ പറഞ്ഞു, അല്ല നിനക്ക് ചേരുന്ന സാരിയോ അതൊക്കെ ആയിരുന്നു, ഇത് അത്ര ചേരത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ള ഓരോരുത്തരുടെ വ്യക്തികളുടെ തീരുമാനമല്ലേ. ഇപ്പൊ ധർമ്മേട്ടൻ തന്നെ ഇതൊന്നും ഇടിക്കുന്നത് എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഞാൻ ധർമ്മേട്ടനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറല്ലോ, ഇത് ഇടണം എന്നൊന്നും പറയാറില്ലല്ലോ. അപ്പൊ പിന്നെ ധർമ്മേട്ടൻ എന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം എടുക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഭാര്യയ്ക്ക് ഭാര്യയുടേതായ വ്യക്തിത്വം ഉണ്ട്. അപ്പൊ അതിനകത്ത് കൈ കടത്തുന്ന ശരിയാണോ ധർമ്മേട്ടന്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ കൈ കടത്താൻ വരാറില്ലല്ലോ. അല്ലെങ്കിലും ധർമ്മേട്ടൻ അങ്ങനെ എന്നോട് ഒരിക്കലും പറയില്ലെന്നറിയാം. സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഭാര്യയോട് അങ്ങനെ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞ് ധർമ്മന്റെ കവിളിലൊക്കെ ഒന്ന് പോയി പിടിക്കുവാണ്. ശരിയല്ലേ ധർമ്മേട്ടന് ഏത് ഡ്രസ്സ് ഇടണമെന്ന് ധർമ്മേട്ടന്റെ തീരുമാനമാണ്. ഞാൻ അതിനകത്ത് വാശി പിടിക്കാനൊന്നും വരത്തില്ല. അതിടണം ഇതിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ പിന്നെ ധർമ്മേട്ടന് എനിക്കെതിരെ നിൽക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ധർമ്മനൊന്നും മിണ്ടാൻ നോക്കി. ശരിയാന്ന് പറയാ, എനിക്കറിയാം. അല്ലെങ്കിലും ധർമ്മേട്ടൻ പെട്ടെന്ന് റെഡിയാവാ, നമുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മൻ ചോദിച്ചു, ഈ വേഷം ഇട്ടോണ്ടോ? അതിനെന്താ, ഈ വേഷം ഇട്ടോണ്ട് പുറത്തു വരാൻ എന്താ പ്രശ്നം ഇരിക്കുന്നേ? നമ്മൾ ഹണിമൂണിന് വന്നതല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ വേണം പോവാനെന്നൊക്കെ പറഞ്ഞു. ധർമ്മൻ ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേ സമയത്ത് ദേവിയാണെങ്കിൽ വല്ലാതെ വിഷമിച്ചിരിക്കുക. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകലയും വന്നു. ശ്രീകല ആഹാരമൊക്കെ ആയിട്ട് വന്നേ. മോളെ, നീ ഇത് കഴിക്കാൻ പറയണ, എന്നെ സ്വസ്ഥതയോട് സമാധാനത്തോടെ ഒന്ന് വിടാവോ? ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ, ഒരു സ്വസ്ഥതയോ സമാധാനം തരത്തില്ല. ഉദയഭാനു പറഞ്ഞു, മോളെ ആഹാരം കഴിക്കാതിരുന്ന എങ്ങനെയാ ശരിയാവുന്നേ? ആഹാരം ഞാനൊന്നും പറയണില്ല. നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങളായി കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന വേദന എന്താന്ന് നിങ്ങൾക്കറിയാവോ? ശ്രീകല പറഞ്ഞു, മോളെ ഇതെല്ലാം നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ? നന്മയെ കരുതിയിട്ട് ആനന്ദേട്ടന് എന്തൊക്കെ എന്നോട് പറഞ്ഞെന്നറിയാവോ നിങ്ങൾക്ക്? ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, അതൊക്കെ മാറും, അവൻ നിന്നെ വിളിച്ചോണ്ട് പോകാനായിട്ട് വരും, ഞങ്ങളല്ലേ പറയണേ. പിന്നെ അവന്റെ മനസ്സിൽ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ മോളെ, നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ അവനോട് പറഞ്ഞിരിക്കുന്നേ? അപ്പൊ പിന്നെ പെട്ടെന്ന് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പം ശ്രീദേവി ശ്രീകലയെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.